നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇത് ഒരു ലവ് റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു ബന്ധുക്കൾ തമ്മിലുള്ളതാവാം, നിങ്ങളും വേറൊരാളും തമ്മിലുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇപ്പൊ ഒരാളോട് വഴക്കുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ട് അത് പറഞ്ഞ് തിരുത്തി. പക്ഷേ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ആണോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായെങ്കിൽ അവര് ഒന്നും തുറന്ന് പറയുന്നില്ല. അവര് കുഴപ്പമില്ലെന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട്, അത് ശരിക്കുമുള്ള ഒരു റീകൺസിലിയേഷൻ ആയിട്ടില്ല. ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും, ഭാര്യയും ഭർത്താവും, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ അമ്മയും മക്കളും, അച്ഛനും മക്കളും, അമ്മയും അച്ഛനും തമ്മിൽ, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അടുത്ത വീടുകളിലുള്ളവരായിക്കോട്ടെ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് നിങ്ങൾ അത് പറഞ്ഞ് സോൾവ് ചെയ്തു എന്നാണ് നിങ്ങളുടെ വിശ്വാസം. എന്നാലും നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു തോന്നലുണ്ട്, ഇവര് ശരിക്കും നിങ്ങൾ പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഉദ്ദേശത്തിലാണോ, അതോ അവരിപ്പോഴും ഉള്ളില് എന്തെങ്കിലും വെച്ചിട്ടാണോ നിങ്ങളോട് പെരുമാറുന്നതെന്ന്. അത് നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒപ്പം പഠിക്കുന്നവരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ കേട്ടോ. അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അവര് പറയാതെ നിങ്ങളോട് എന്താണ് പറയുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കുറച്ചധികം കാർഡുകൾ വന്നിട്ടുണ്ടല്ലോ, ഇനി വരുന്നുണ്ടോ നോക്കാം. ഭഗവാനെ നമ ശിവായ, ഓം നമ ശിവായ. ഓ, പിന്നെയും വന്നു കാർഡ് കേട്ടോ. അപ്പൊ ഇത് കുറച്ചൊരു പ്രശ്നമുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അരുതാത്തത് എന്തോ പറഞ്ഞു, ബന്ധം ഉലഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ പോലത്തെ ആ ഒരു കംഫർട്ടബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല ഈ ബന്ധത്തില്. പക്ഷെ അവര് പറയുന്നേ ഒരു കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്തല്ലേ, അത് വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു സംശയം, നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ കാർഡ്സ് വന്നേക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം, ആ വ്യക്തിയുടെ സഹായം എടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ചില സമയത്ത് നമ്മളുടെ കൂടെയുള്ള വ്യക്തി, നമ്മുടെ ഫ്രണ്ട് ആയാലും ആരായാലും, നമ്മൾ അവർക്ക് അധികം വില കൊടുക്കാറില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അവർക്ക് വില കൊടുക്കണമെന്നാണ്. അവര് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾ അവരെ എത്ര അവഗണിച്ചാലും ഈ ബന്ധം അകന്നു പോവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ കാർഡ് പറയുന്ന ഡിവൈൻ വിസ്ഡം. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. റെഡ് ഫ്ലാഗ്സ് ഒക്കെ കാണും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അത് സത്യമാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് മറ്റുള്ളവരോട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. അധികം നമ്മളെക്കാള് ചില സമയത്ത് ആളുകൾ നമ്മളുടെ അതേ ലെവലിലുള്ളവരോട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച്, കാളും കുറച്ച് താഴ്ന്ന ലെവലിലുള്ളവരോട്, ഇപ്പൊ നമ്മളുടെ വീട്ടിലെ ജോലി എടുക്കുന്നവരോ, നമ്മളുടെ ഓഫീസിൽ നമ്മളുടെ കീഴിൽ ജോലി എടുക്കുന്നവരൊക്കെ വളരെ വളരെ ഇൻസൾട്ടിങ് ആയിട്ടൊക്കെ സംസാരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട്. അവരുടെ കുറ്റങ്ങളൊക്കെ ഭയങ്കര പരസ്യമായിട്ട് അവരെ ചീത്ത പറയും. അപ്പൊ അതൊന്നും ചെയ്യരുത്, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. ഏത് ലെവലിലെ ആളാണെങ്കിലും നമ്മൾ അവരോട് വളരെ കൈൻഡ് ആയിട്ടും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചക്രാസിൽ ബ്ലോക്ക് ഉണ്ട്. ഇത് കാണുന്ന ആരൊക്കെയാണോ അവരുടെ ചക്രാസിൽ ബ്ലോക്ക് ഉണ്ട്. കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ശാന്തത നിങ്ങളുടെ ചിലരുടെ കാര്യമാണത്. ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ശാന്തതയാണ്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അങ്ങനെ റിലാക്സ് ചെയ്യരുത്, കാരണം എപ്പോഴും ഗാർഡഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന്, ഇനിയും പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിലരോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകാം, പഴയ വിഘ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ലാതെ നിങ്ങൾക്ക് സഹായം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ഒരു സഹായം വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ
നിങ്ങളുടെ ഉള്ളിലുള്ള പേടി മാറാനായിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ചില സമയത്ത് എനിക്ക് കാർഡ് ഭൈരവനാണ് ഇത്, എന്നാലും ചില സമയത്ത് എനിക്ക് ഗീവർഗീസ് പുണ്യാളിനെ പോലെ തോന്നും. പാമ്പിനെയൊക്കെ കൊല്ലുന്ന പുണ്യാളല്ലേ സെന്റ് ജോർജ്, അതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്താണ്, അപ്പം പേടി ശരിക്കും പറഞ്ഞാൽ സർപ്പ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് ഒന്നില്ലെങ്കിൽ സർപ്പ അമ്പലങ്ങളിൽ കൊണ്ടേ നേർച്ചയിടും, അതല്ലെങ്കിൽ ഗീവർഗീസ് പുണ്യാളിന് നേർച്ചയിടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീതി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നിങ്ങൾ നേർച്ചയിടുകയോ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവരാണെന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് പറയുന്നുണ്ട് ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. അപ്പൊ നമ്മളെല്ലാം ചിലര് തസ്ബി, മുസ്ലിംസ് തസ്ബി ആണ് ജപിക്കുന്നത്, ആ മറ്റേ ഇത് കൊണ്ട് നമ്മളത് രുദ്രാക്ഷം, ഹിന്ദുക്കൾ രുദ്രാക്ഷം യൂസ് ചെയ്യും, ക്രിസ്ത്യാനികൾ കൊന്ത യൂസ് ചെയ്യും, മുസ്ലിംസ് എന്താണ് യൂസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് പക്ഷെ തസ്ബി ചെയ്യാറുണ്ട് അവര്. അത് എന്ത് വെച്ചിട്ടാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ ക്രിസ്ത്യാനികളും ഇത്ര ജപം, എന്താ പറയാ, എന്തോ ഒരു ജപമൊക്കെ ഉണ്ട്, ഹിന്ദുക്കൾക്കും അതുപോലെ ഉണ്ട്. അപ്പൊ അത് ജപിക്കണം, എല്ലാവരും അത് ജപിക്കണം എന്ന് പറയുന്നത്. ഏത് ഇതിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട്, അപ്പൊ അത് ജപിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് കാർഡ്സ്. പക്ഷെ ഇവിടെ ടോക്സിസിറ്റി ഒന്നും വന്നില്ല, അതൊരു അതിശയമാണ് അല്ലെ, അത് കൊള്ളാം. അപ്പൊ അധികം ടോക്സിസിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഞാൻ ടോക്സിസിറ്റി ആണെന്ന് വിചാരിച്ച് പേടിച്ച് ടോക്സിസിറ്റി എന്തോ ഉണ്ടെന്ന്, പക്ഷെ ഒന്നും വന്നില്ല. അപ്പൊ അത് ദൈവാനുഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് അവരെന്താണ് നിങ്ങളോട് പറയാതെ പറയുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്കൊരു 3 കാർഡ് നോക്കാം. ഞാൻ പറഞ്ഞുതരാം എന്താണ്. പിന്നെ ഒരു കാർഡ്, 5 കാർഡാണ് ഇത് നോക്കുന്നത് കേട്ടോ. 3, 4, 5. ഓക്കെ, അപ്പൊ 5 കാർഡാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തെ കാർഡ് അവർ ഉദ്ദേശിക്കുന്ന എന്താണ്, അവര് നിങ്ങളെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാണണം, അവരുടെ ഏത് സൈഡ് കാണണം എന്നാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് എന്ന് വെച്ചാല് അവരുടെ ഇപ്പൊ എന്റെ ഉള്ളിലൊരു സ്വഭാവം, പുറത്തൊരു സ്വഭാവം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സ്വഭാവം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അഭിനയിക്കുന്നു, ആ കാർഡാണിത്. അപ്പൊ അവര് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവരുടെ ഏത് സൈഡാണ് കാണിക്കുന്നത്, മനസ്സിലായോ? അതാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് 2 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. 2 of Wands എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യിക്കുകയാണ് എന്ന് വെച്ചാല് ഇവര്. അപ്പൊ ഇത് ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും, നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ തന്നെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് നിങ്ങളോട് കാണിക്കുന്നത്, എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ അതനുസരിച്ചെടുക്കുക. ഇവിടെ അവരൊരു ചോയ്സ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു സ്ഥലം പറഞ്ഞു, അവര് വേറൊരു സ്ഥലം പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അത് പറ്റൂല, ചിലപ്പോ നിങ്ങൾ അവിടെ കളിയാക്കിയിട്ടുണ്ടാവും, വേറെ പണിയില്ല എപ്പോഴും പോകുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്ത് കാര്യമായിക്കോട്ടെ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തപ്പോ അവരിപ്പോ തൽക്കാലം നിങ്ങൾ പറയുന്ന കാര്യത്തിനൊപ്പം പോകുന്നു എന്നാണ് അവർ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ അതിന്റെ കൂടെ നിൽക്കുകയാണ് എന്നാണ് ഇവര് കാണിക്കുന്നത്. 2 of Wands ഒരു ചോയ്സ് എടുക്കുന്നതാണ്, ഒരു പ്ലാനിങ് സ്റ്റേജ്. അപ്പൊ നിങ്ങളെല്ലാം പ്ലാനിങ് സ്റ്റേജിലാണ്, ഇവർ അതിന്റെ കൂടെ പോകുന്നു എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാർഡ് എന്താണ് പറയുന്നത്? അവരുടെ മനസ്സിൽ എന്താണ്, പക്ഷെ അവർ നിങ്ങളോട് പറയാത്ത ആ കാര്യം അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവര് സീക്രട്ട് വെക്കുന്നുണ്ട്, ഇവരുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ അറിയരുത്. എന്ന് വെച്ചാൽ ഇവരിപ്പോ എന്തെങ്കിലും ഒറ്റയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറെ പേരെ അവര് കൊണ്ടുപോകാനും കുറെ പേര് നിങ്ങളുടെ കൂടെ, അപ്പൊ അവസാനം അവര് അതിനുള്ള ഒരു കുതന്ത്രം ഉണ്ടാക്കുന്നുള്ള പോലെയാണ് കാണിക്കുന്നത്. ഇപ്പം ഓഫീസിലാണ്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ കാര്യമാണ്, ഫ്രണ്ട്സ് തമ്മിലുള്ള കാര്യമാണ്, ടീം ട്രിപ്പ് ആണ്, എന്തും ആയിക്കോട്ടെ, ഇവിടെ ഒരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്. ഇവര് നിങ്ങളുടെ കൂടെ പോകുന്നു എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുമ്പോഴും ഇവർ, അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്ത്, ഇപ്പൊ ഓഫീസിൽ ഇന്റർവ്യൂ സമയത്ത് ഒരാളെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കോ, അപ്പൊ ഒരാളെ ഇവര് സജസ്റ്റ് ചെയ്തു, നിങ്ങള് പക്ഷെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറ്റി, ഇതാണ് ബെറ്റർ, നിങ്ങൾ സെലക്ട് ചെയ്ത ആളാണ് ബെറ്റർ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളോട് എതിർക്കാതെ ശരി എന്നാ നിങ്ങൾ സെലക്ട് ചെയ്ത ആളായിക്കോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ ആ ഒരു ദേഷ്യം കിടക്കുന്നുണ്ട്, ഇവര് നിങ്ങൾക്കെതിരായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ പ്ലാൻ നിങ്ങൾ അറിയരുത് എന്ന് ഇവർക്ക്
ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം നിങ്ങൾക്കൊരു പണിയാണ് ഇവര് വെച്ചേക്കുന്നത്. ഇത് വെർഗോ പൈസസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെ വിസ്ഡം ഉള്ള ഒരാളാണ്. അപ്പൊ ഇത് ഒരു അറിവുമില്ലാത്ത, ഒരു യുക്തിബോധമില്ലാത്ത, ഇവർ ചെയ്യുന്ന കാര്യത്തിന്റെ കോൺസിക്വൻസസ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ഭാവി എന്താവും, ഇവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഭാവി എന്താവുമെന്ന് ഒരു ബോധവും ഇല്ലാത്ത ഒരു എനർജിയാണ് ഈ നിങ്ങൾ ആരുമായിട്ടാണോ ഈ പ്രശ്നമുള്ളത് ആ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. വളരെ ഒരു ഒരു കാര്യം നടക്കാൻ വേണ്ടി, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മനസ്സുള്ള, വിവരമില്ലാത്ത ഒരു എനർജി. കാരണം ഇവർ ചെയ്യുന്ന കാര്യം കൊണ്ട് ചിലപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ എന്തായാലും പ്രശ്നം. പക്ഷെ ഇവരതൊന്നും ആലോചിക്കുന്നില്ല. ആലോചിക്കാതെയാണ് ഇവർ നിങ്ങൾക്കെതിരായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ അറിയരുത്, ഇവർക്ക് വളരെ നിർബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ, എങ്ങനെ ഇമോഷണൽ ഫീലിംഗ് എന്താണ് ഇതിനോടുള്ള? ടവറാണ്, ഒരു വലിയൊരു പ്രശ്നമാണ് കാണിക്കുന്നത്. ഒരു ടവർ എന്ന് പറയുമ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടവർ എന്ന് പറഞ്ഞ സാധനം എന്താ പറയാ, നമ്മൾ ചിലപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിയാം നമ്മളുടെ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും. ഇപ്പൊ എനിക്ക് ഒരു എക്സാമ്പിൾ ആണ്, എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിയാം. അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഡോക്ടറെ കാണാതിരിക്കുക, അതിന് വേണ്ട പ്രിക്കോഷൻ എടുക്കാണ്ടിരിക്കുക, അതല്ലെങ്കിൽ അതിന് വേണ്ട മരുന്ന് എടുക്കാണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവസാനം അത് ഒരു ലെവലിലെത്തും, നമുക്ക് കൈവിട്ട കളിയാണ്. അപ്പോ നമ്മൾ ബോധം കെട്ട് വീഴുന്നു, അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു, എന്തായാലും ഡോക്ടർ എടുത്ത് ആൾക്കാർ പൊക്കിക്കൊണ്ടു പോകും. അതൊരു ടവർ മൊമെന്റ് ആണ്. കാരണം നമ്മൾ ഒഴിവാക്കി കൊണ്ടുപോയിരുന്ന സാധനം നമ്മളുടെ കൈ വിട്ട് അത് യൂണിവേഴ്സ് ഏറ്റെടുത്ത് നമ്മളെ അവിടെ എത്തിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് ജീവിതത്തിലും ഉണ്ടാവും. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചിരിക്കും. അവസാനം അത് നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് പണി ഉണ്ടാക്കും. നമ്മൾ അത് കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, ഇപ്പൊ ഒരു സാധനം ഒരു പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അത് നമ്മൾ അറിയുന്നുണ്ട് ബ്ലോക്ക് ഉണ്ട്, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ ബ്ലോക്ക് അവിടെ കിടക്കുകയാണ്. ഒരു ദിവസം അതങ്ങ് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഓവർഫ്ലോ ആവും. നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. നമ്മൾ അത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ യൂണിവേഴ്സ് എന്നാ നീ കാണ്, ഇതിന് നീ അപ്പോഴേക്കും പക്ഷെ കൈവിട്ട കളിയായി പോകും, അത് ഭയങ്കര ദുരിതത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവരുടെ ഉള്ളില്. ഇത് ഭയങ്കരമായ ഭീകരമായ ഒരു ദേഷ്യം, വൈരാഗ്യം, ഞാനൊരു പണി തന്നിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് മിക്കവാറും അതൊരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ആണ് ഇവരുടെ പ്ലാൻ. നിങ്ങളുടെ ലൈഫിന് വലിയൊരു അപകടം ഉണ്ടാക്കാനാണ് പോകുന്നത്. ചിലപ്പോ അതിനകത്ത് ഇവരും പെടും. എന്നാലും നമ്മൾ പറയില്ലേ, എന്താണ്, ചേട്ടൻ മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണുനീര് കാണണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതിലാണ് അവർ, ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. എന്ന് വെച്ചാല് അവർക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് പണി കിട്ടണം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. വളരെ സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇത്. ഒരു വലിയൊരു ടവർ മൊമെന്റ് ആണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചിലപ്പോ ഒരു തീപിടുത്തം ഉണ്ടാക്കുക, ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക. മനസ്സിലായി? ഇനി അവരായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ആണ്. ചിലപ്പോ നിങ്ങളുടെ ഒരു ടീം, നിങ്ങളുടെ ഓഫീസിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ, വലിയൊരു ടീമുകൾ തമ്മിൽ ഒരു അടി ഉണ്ടാക്കാൻ, അതിലൊരു വയലൻസിലേക്ക് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കാനുണ്ട് ഇവര്, കേട്ടോ. അപ്പൊ എന്ത് എനർജി, വളരെ സൂക്ഷിക്കേണ്ട ഒരു എനർജി ആയിട്ടാണ് ഇവരെ കാണിക്കുന്നത്. ഇത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ആരും ആയിക്കോട്ടെ, കേട്ടോ. ഇതിപ്പോ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, റിലേഷൻഷിപ്പ് ശരിയാവില്ല നമുക്ക് എന്നൊരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടോടോ, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടോടോ, ഹസ്ബൻഡ് വൈഫിനോടോ പറഞ്ഞതായിരിക്കാം, നമുക്ക് ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല, മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താന്ന് പറയുമ്പോൾ ഒരാൾ ഒബ്സസീവ് ആയിട്ട് ഇതിന്റെ പുറകെ ആണെങ്കിൽ അയാള് ചിലപ്പോൾ നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ ഇയാൾ വയലന്റ് ആവണ സ്വഭാവമാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കും. സ്ത്രീ ആയാലും പുരുഷനായാലും ചിലപ്പോൾ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കും. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് പോകരുത്, അതാണ് അവരുടെ ഉദ്ദേശം. അത് ഏത് വഴിക്കാണെന്നുള്ളത് ഇവരുടെ മനസ്സിന്റെ ആ ഒരു കട്ടി പോലെ ഇരിക്കും നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. കാരണം ഇവർക്ക് അത്രയും ഹേർട്ട് ആയിട്ടുണ്ട്. മനസ്സിലായി? ഭയങ്കരമായിട്ടത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് ഇവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു എനർജിയാണ്. വൈരാഗ്യ ബുദ്ധി മാത്രമല്ല, വൈരാഗ്യ ബുദ്ധിയുടെ കൂടെ വിവേകവുമില്ല, യുക്തിയില്ല, വരുംപരായികളെ കുറിച്ചുള്ള ചിന്തയില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭീകരമായ സിറ്റുവേഷൻ ആയിട്ട് മാറും, കേട്ടോ. അപ്പോ
അടുത്ത ചോദ്യം, ഇവരെന്തുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്? ഇവർക്ക് പറഞ്ഞൂടെ, എനിക്ക് നീ പറഞ്ഞത് ഇഷ്ടമായില്ല, എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല, ഇത് ഒരു രക്ഷയില്ല, ഞാൻ നിനക്ക് പണി തരും, അല്ലെങ്കിൽ എന്നുവെച്ചാല് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, എനിക്കത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്ത് അതൊന്നും സോൾവ് ചെയ്തെടുക്കാന്ന്. പക്ഷെ ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവര് ഞാനെന്ന് പറഞ്ഞില്ല, രാമനാരായണ എന്ന് മറ്റുള്ളതാണ് നടക്കുന്നത്, എന്നാല് ഉള്ളില് കുറെ പണികൾ അവർ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോ ഇവരെന്തുകൊണ്ടാണ് ഒന്നും പറയാതെ നമ്മൾ നോക്കണം. കമ്മ്യൂണിക്കേഷൻ, ഇവര് ഞാൻ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ചിന്തയാണ് നമുക്ക്. ഇത് ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, ഏസ് ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. മനസ്സിലായോ? നല്ല കമ്മ്യൂണിക്കേഷൻ, പുതിയ തുടക്കം, നമുക്കിത് പറഞ്ഞു തീർക്കാം എന്ന ഒരു ഇതാണ് ഏസ് ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാല്. പക്ഷെ ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഇത് കയ്യാങ്കളിയിലേക്ക് പോയേ പറ്റുള്ളൂ, അത്രയും ഞാൻ ഹേർട്ട് ആയിട്ടുണ്ട്, അപ്പൊ ഇത് ഞാൻ ഇവിടെ നിർത്തില്ല, ഞാൻ ഇതിന് പണി തരും എന്ന് തന്നെ. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണാൻ പോകുന്ന പൂരം എന്തിനു പറഞ്ഞറിയിക്കണം? അതുകൊണ്ടാണ് ഇവരൊന്നും പറയാത്തത്. നിങ്ങളെ കാണുമ്പോൾ ഇവര് ചിരിക്കുന്നുണ്ടാവാം, മനസ്സിലായോ? അപ്പോ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ്, വിഷമാണ്. ചിലപ്പോൾ നിങ്ങൾ പാമ്പിനെ അറിയാതെ ചവിട്ടിയതായിരിക്കും, പക്ഷെ ഇത് വിഷം ഉള്ളിലുള്ള അത് ഓർത്ത് വെക്കുന്ന പാമ്പാണ്, സൂക്ഷിക്കണം ഇതിനെ. ഏസ് ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്, അത് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നിങ്ങളെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ്, നിങ്ങൾ അത്ര ക്ലോസ് ആയിരുന്നെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു മനസ്സ് അവരുടെ മാറി. ഇപ്പൊ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് നിങ്ങള്, ഞാൻ ഉപദ്രവിക്കേണ്ട ആളാണ് നിങ്ങൾ എന്നാണ് ഇവര് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാത്തത്. കാരണം അതിന്റെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ എങ്ങനെയെങ്കിലും അറിയാൻ വന്നു കഴിഞ്ഞാൽ ആ സർപ്രൈസ് പോയി, ആ ഷോക്ക് പോകും. അപ്പൊ ഇവർക്ക് നിങ്ങളുടെ മുഖത്ത് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോ നിങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താനോ എന്തെങ്കിലും ആയിരിക്കും പ്ലാൻ. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവർ നേരെ വന്ന് ഒരു കൺഫ്രണ്ടേഷൻ വരുമ്പോ നിങ്ങളുടെ മുഖത്തുള്ള ആ ഒരു അതിശയം, അന്തം വിട്ട് നിങ്ങൾ നിൽക്കില്ലേ, അത് ഇവർക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഇവര് പണി തരുന്നത്. ഞാൻ അനുഭവിച്ചതിനേക്കാളും ഇരട്ടി വേദന നിങ്ങൾ അനുഭവിക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇവരൊന്നും പറയാത്തത്, കണ്ടറിയണം എന്നാണ് ഇവര് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവരൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല, മനസ്സിലായി? പറയാതെ ഇത് കൊണ്ടു നടക്കണം, അവർ പറയുന്നില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ല, അവര് ചെയ്ത് കാണിക്കാനാണ് ആഗ്രഹം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് ഒരു റീകൺസിലിയേഷനിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാല് ഇവര് രസം എന്താന്ന് വെച്ചാൽ നിങ്ങൾ രക്തബന്ധമുള്ള ആളുകളാണെങ്കിൽ, റിലേഷൻഷിപ്പിലുള്ള ആളാണ്, അടുത്തടുത്ത അയൽക്കാരാണ്, സ്വന്തം വീട് വെച്ച് താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് പോകാൻ എവിടെയില്ല. നമ്മൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ പോലും നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സറൗണ്ടിങ്സിൽ സ്റ്റക്കാണ്. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്, ഭാര്യ ഭർത്താവാണ്, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ്, ഫ്രണ്ട്സ് ആണ്, മനസ്സിലായോ? ഒപ്പം പഠിക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള അപ്പൊ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ പോലും നമ്മൾ അവരുടെ കൂടെയാണ് കുറെ നാളും കൂടെ ജീവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അത് ഇപ്പൊ ഇവര് നിങ്ങളെ എന്ത് ചെയ്താലും അവസാനം അതൊരു റീകൺസിലിയേഷനിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ജഡ്ജ്മെന്റ് കാണിക്കുന്നുണ്ട് ഇവിടെ. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ടുള്ള ഇവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ തിരിച്ചറിയും. ഇവര് മിണ്ടാപ്പൂച്ച പോലെ നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവർക്ക് ഇത്രയും ഉപദ്രവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊരു തിരിച്ചറിവ് ലോകത്തിന് വരും. രണ്ട് കാര്യങ്ങളാണ് ജഡ്ജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഒരാളെ ജഡ്ജ് ചെയ്യുക. വെച്ചാല് ഇത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുമ്പോ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് കാഹളം ഊതുമ്പോ മരിച്ച് ശവകൂടീരങ്ങളില് മരിച്ച് അടക്കിയിരിക്കുന്നവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്താണ് അവരുടെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞിട്ട് അവര് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ, അപ്പൊ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട്. എന്നുവെച്ചാല് നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ നല്ല. അപ്പൊ ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം ജഡ്ജ്മെന്റ് നടക്കുന്നത്, ഈ വ്യക്തി നിങ്ങളോടൊന്നും പറയാതെ ഈ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം പബ്ലിക്കിന് മനസ്സിലാകും. അതൊരു വലിയ ഒരു തിരിച്ചറിവാവും നാട്ടുകാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ. ഇത്രയും നല്ലതായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന ഒരാളാണല്ലോ ഇത്രയും ക്രൂരത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇത്രയും കള്ളത്തരമുള്ള, അല്ലെങ്കിൽ ഇത്രയും ദൂഷ്യമായ സ്വഭാവമുള്ള ഒരാള് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും വരുമെന്നാണ് പറയുന്നത്. ഇവരുടെ സ്വഭാവം ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചുണ്ടില് ചിരിയും ഉള്ളില് കള്ളത്തരവും കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി.
അപ്പൊ ഇവിടുത്തെ സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, ആ ഒരു കാര്യം, ഇത് രണ്ടു തരം റിസൾട്ട് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഒന്ന്, ഇവര് ഇത് ചെയ്ത് കഴിഞ്ഞാല് ഇവരുടെ സ്വഭാവം നാട്ടുകാരെല്ലാവരും തിരിച്ചറിയില്ല. രണ്ടാമത്തത്, ഇവര് ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യും നിങ്ങളുമായിട്ട്. എന്ന് വെച്ചാല് പൊരുത്തപ്പെട്ട് പോകാൻ നോക്കും നിങ്ങളുമായിട്ട്. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞിട്ട്, നിങ്ങൾക്ക് പണി തന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുറ്റബോധം തോന്നുന്നതാവാം. മനസ്സിലായോ? അതൊരു 1.5 വർഷം എടുക്കും ആ കുറ്റബോധം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് നമ്മള് പ്രായത്തില് നമ്മൾ ആദ്യം നമുക്ക് ദേഷ്യമുള്ള ആളുകൾ നമ്മൾ കുറെ പ്രായമാവും, പിന്നെ നമ്മള് അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കും അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഒരു അവസ്ഥ, ഇതിങ്ങനെയാണെങ്കിലും ഇത്രയും പ്രശ്നമാണെങ്കിലും വരുന്ന കാലത്ത് നിങ്ങൾ രണ്ടുപേരും റീകൺസൈൽ ചെയ്യും. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏത് തരം ബന്ധമാണെങ്കിലും അത് നിങ്ങൾ റീകൺസൈൽ ചെയ്യും എന്നും കൂടി ഇവിടെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ. അപ്പോ പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നമാകും, എന്നാലും അവസാനം കുറെ കഴിയുമ്പോൾ നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സ്കോർപ്പിയോ ആണ്. 2 സ്കോർപ്പിയോ, വെർഗോ, പൈസസ്, അതാണ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അക്വേറിയസ്, ലിബ്ര, ജെമിനി ഉണ്ട്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അറിഞ്ഞു നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.